അവര് പണം സ്വരൂപിച്ച് പള്ളിക്ക് വഴിയൊരുക്കി, പള്ളിയും അവിടെ വന്നു. പള്ളി ഏകദേശം പകുതിയായപ്പോൾ അന്ന് അവർ KNMന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. ആ ഒറ്റക്കാലത്താൽ അവരെ വിളിച്ചു പറഞ്ഞു, അതിൻ്റെ ആധാരം മുജാഹിദ് സെന്ററിൽ ഏൽപ്പിക്കണം, ഇത് KNMന്റെ പള്ളിയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ കൂടി പിരിച്ചുണ്ടാക്കി സ്ഥലം വാങ്ങി ഞങ്ങൾ സുരക്ഷിതത്തിന് വേണ്ടി മാത്രം KNMന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്, അടുത്ത് തരാൻ പറ്റില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്രികയിൽ APയുടെ ഒരു പരസ്യം. എന്താ പരസ്യം? നിലമ്പൂരിനടുത്ത വടപുറത്ത് KNMന്റെ പേരിലുള്ള സ്ഥലത്തിൻ്റെ ആധാരം യാത്രാമധ്യേ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, തിരിച്ചു കിട്ടാനാവാത്ത വിധം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ പകർപ്പിന് അപേക്ഷിക്കുന്നതാണ് എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി, ചന്ദ്രഗീതി പരസ്യം. ഇങ്ങനെ ഒരു പക്ഷേ AP അറിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വക്കീൽ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ചില വക്കീലന്മാരെ കൊണ്ട് കൊടുപ്പിച്ചതായിരിക്കും, AP അറിയണം എന്നില്ല. ഇങ്ങനെ വഴിവിട്ട കളികൾ വന്നു, എല്ലാ സ്ഥാപനത്തിലും കയറിക്കൂടി. ഈ അറബി കോളേജ് എങ്ങനെ ഇക്കോലത്തിലായി എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പല സ്ഥാപനങ്ങളുടെയും സ്ഥിതി അതാണ്, പല പള്ളികളുടെയും സ്ഥിതി അതാണ്. നാട്ടുകാരെ വിയർപ്പൊരുക്കി അവർ പിരിച്ചുണ്ടാക്കി അവർ സ്ഥാപിച്ച പള്ളികൾ KNMന്റെ പേര് രജിസ്റ്റർ ചെയ്തു. എന്തിന്? സുരക്ഷിതത്വത്തിന് വേണ്ടി. മക്കൾ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് പണമുണ്ടാക്കി നാട്ടിൽ സ്ഥലം വാങ്ങി വാപ്പാണ്ട് പറയാം, വാപ്പ നിങ്ങളെ പേരിൽ എഴുതിക്കോളി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ആ എഴുതിയ സ്വത്ത് പിന്നെ വാപ്പ ഇതിൻ്റെ സ്വത്താന്ന് വാപ്പ പറഞ്ഞാൽ എത്രമാത്രം അന്യായമാണോ അതിലേറെ അന്യായമാണ് ഇവിടെ കാണിച്ചത്. നാട് മുഴുവൻ തെണ്ടി നടന്ന് പണമുണ്ടാക്കി പിരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു വാക്ക് KNM എന്ന പേരിൽ എഴുതി വെച്ചുവെന്ന ഒറ്റ ലേബിലെടുത്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഞങ്ങളൊക്കെ മിമ്പറിൽ നിന്ന് താഴെ ഇറക്കപ്പെട്ടു, നമ്മളാരും പ്രതികരിച്ചിട്ടില്ല. കൊല്ലങ്ങളായി നടക്കുന്ന ഖുർആൻ ക്ലാസ് മുടങ്ങി, ജനങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയ സ്ഥലത്ത് കിട്ടിയ ഷെഡിൽ ഖുർആൻ ക്ലാസ് മുടങ്ങി. ഷെഡ് ഇന്ന് അനാഥമായി കിടക്കുന്നു. തൊട്ടിപ്പുറത്തെ ഹാള് ആഴ്ചക്കാഴ്ചക്ക് 1000 രൂപ വാടക കൊടുത്ത് ആ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ക്ലാസ്സിൽ പങ്കെടുത്തത് 30 ആളാണെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ 50 ആൾ പങ്കെടുക്കുന്നു. 2 ആൾ മാത്രം പങ്കെടുക്കാതെ മാറി നിന്നു. ആ 2 ആൾക്ക് വേണ്ടി ആ സെന്റർ കൂട്ടിക്കിടക്കുന്നു. ഇത് ന്യായമാണ്? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്താൽ ഇനിയും തീരും. പക്ഷെ അതിന് തുറന്ന മനസ്സ് ആദ്യം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജിന്ന് പ്രശ്നമില്ല, ജിന്ന് വാദി എന്ന ഒന്നുമില്ല. ജിന്ന് ഉണ്ട് എന്ന വാദമാണെങ്കിൽ ആ വാദം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലാത്തൊരു വാദം ആർക്കുമില്ല. എന്നാൽ ജിന്ന് അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ് എന്ന് അവർ പറഞ്ഞു, അത് അപകടമാണ്, അത് തിരുത്തേണ്ടതുണ്ട്. കാരണം 100 കൊല്ലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും പ്രമാണങ്ങളുടെ അധ്യാപനത്തിനും അത് ഘടകവിരുദ്ധമാണ്. കാരണം അഭൗതിക കഴിവുകൾ റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് വിചിന്തനം തന്നെ എഴുതി ഞാൻ നേരത്തെ വായിച്ചു കൽപ്പിച്ചു. ജിന്ന് അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവൻ പറയില്ല, എന്നാൽ വിചിന്തനത്തിൽ വന്നു ജിന്ന് അഭൗതികമാണ്. ഇയാക്കനസ്ഥയിന്ന് മനുഷ്യന് ഒഴിവാന്ന് മതം അറിയുന്നവൻ പറയില്ല, എന്നാൽ ഇപ്പോൾ എഴുതിയ മനുഷ്യന് ഒഴിവാണ്. ഇത് അബദ്ധങ്ങളാണ്. അത് തിരുത്തി മുജാഹിദ് പ്രസ്ഥാനത്തിന് ശരിയായ ആദർശത്തിലേക്ക് മടങ്ങാൻ ഈ ആദർശ വഴിയിൽ നിന്ന് വഴിമാറിപ്പോയി തയ്യാറാവുകയും എന്നിട്ട് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ചെയ്താൽ അത് തീരും. അത് തീർച്ചയായും 1-2 ആളുകൾ തീർച്ചയായും മാറി നിൽക്കേണ്ടത് പോലുള്ള കാലത്തോളം അത് നടക്കൂല എന്നാണ് ഇപ്പം അനുഭവങ്ങൾ നമ്മെ അറിയിക്കുന്നത്. അസ്സലാമു അലൈക്കും. ജിന്നുമായി കാര്യമുള്ള ചോദിക്കാൻ പോണ ഷാബിൽ കുരിക്കുഴി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. നബിദിനം നടത്തുന്നത് ഷിർക്കാണോ, ഹറാമാണോ, സുന്നത്താണോ? സുഹൃത്ത് മനസ്സിലാക്കണം, നമ്മുടെ വിഷയം മുജാഹിദ് പ്രസ്ഥാന വിമർശനങ്ങളും വസ്തുതകളും എന്നതാണ്. നമുക്കൊരുപാട് സംശയങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചോദിക്കാവുന്ന ഒരു വേദിയല്ല. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ മറുപടി പറയാം. അത്തരം വിഷയങ്ങളല്ല ഇനി ചോദ്യങ്ങളായി വരേണ്ടത്. നമുക്കൊരുപാട് വേദികളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏത് മുജാഹിദ് പ്രവർത്തനം വിളിച്ചു ചോദിച്ചാലും കിട്ടുന്ന കാര്യമാണ്. അവിടെ ഏത് മുജാഹിദിനെ വിളിച്ചിട്ടും എന്താ അതിൻ്റെ വിധി വെച്ചാലും അവരൊക്കെ പറഞ്ഞുതരും. നമ്മുടെ വിലപ്പെട്ട സമയവും നമ്മുടെ ഊർജ്ജവും ഒന്നും അതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ട കാര്യമില്ല. അപ്പം നബിദിനം ആഘോഷിക്കുക എന്നുള്ളത്, ശ്രദ്ധിക്കുക ഷാബിൻ, ശ്രദ്ധിക്കുക, നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പോലും പരിചയമില്ല. ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് എന്ന ഒരു ഷിയാ രാജാവാണ് അതിന് തുടക്കമിട്ടത്. അത് പിന്നീട് സൂഫികൾ ഏറ്റെടുത്തു, നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ബിദ്അത്താണ്. അതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യങ്ങളിൽ ശിർക്കുണ്ട്. നബിയോട് സഹായത്തിനായി തേടുന്നു, നബിയെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു, നബിയോട് പാപമോചനം തേടുന്നു, നബിയെ എല്ലാം ഭരമേൽപ്പിക്കുന്നു,
അതിൽ ശിർക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് അത് ബിദ്അത്താണ്, കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നേ വരെ ഇൻ തദ്ഉഹും എന്ന ആയത്ത് എഴുതിയിട്ടുണ്ട്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. ഈ ആയത്തിൻ്റെ പരിധിയിൽ ജിന്ന് പെടും എന്നാണ് ഇന്ന് 2012 വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതാണ് ഇപ്പോൾ പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ സംവാദത്തിൽ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കുണ്ട്, ഹറാമുണ്ട്, വസീലത്ത് ഷിർക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ഇപ്പോഴത്തെ വിഷയം അത് തന്നെയുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് അഭൗതികം? ഈമാൻ കാര്യങ്ങളിൽ നാം ഒന്ന് അല്ലാഹുവിൽ വിശ്വസിക്കൽ, രണ്ട് ഞാൻ പോകുക, രണ്ട് മലക്കുകൾ വിശ്വസിക്കൽ. ഇതൊക്കെ ഒന്ന് അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, രണ്ട് മലക്കുകൾ വിശ്വസിക്കുന്നു. രണ്ടും വിശ്വാസമാണ്. അക്കാര്യത്തിൽ ആർക്ക് തർക്കിക്കുന്നു ഇരിക്കട്ടെ. എൻ്റെ ചോദ്യം പറഞ്ഞത് കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് ഷിർക്കിന് ഈ ആയത്ത് തന്നെ സൂറത്തുൽ അൻആം 128, വസീലത്ത് ഷിർക്കിനും അതേ ആയത്ത് തന്നെയാണ് 128. ഞാൻ വിശ്വസിക്കുന്നു സൂറത്തുൽ അൻആമിലെ 128, 129, 130 ഈ ആയത്തുകൾ പ്രകാരം ജിന്നുമായിട്ടുള്ള എല്ലാ ഇസ്തിംതാഉം നിരുപാധിക ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്നത്. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഞാൻ കാഫിറാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് നരകത്തിൽ ആപതിക്കും. എങ്ങനെ? ശാശ്വതനായിക്കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം ഒഴികെ. അത് വ്യാഖ്യാതാക്കൾ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബർസഖ് മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ എന്ന കാലഘട്ടമാണ് എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ജിന്നുമായിട്ടുള്ള എല്ലാ ഇസ്തിംതാഉം നിരുപാധികം ഷിർക്കാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ വഴിപിഴവിലാണോ എന്നതാണ് എൻ്റെ ചോദ്യം. 2-3 കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതിൽ ജിന്ന് പെടും എന്നാണ് 2012 വരെ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് ഇപ്പം മാറി. അതാണ് പ്രശ്നം. ശരി, അതാണ് പ്രശ്നം. ഇപ്പം കായക്കൂടി പറഞ്ഞു ജിന്ന് പെടൂല, മലക്ക് പെടൂല, അവരൊക്കെ ദുആ കേൾക്കും. നമ്മൾ നേരത്തെ ക്ലിപ്പ് കേട്ടല്ലോ. അവിടെയാണ് പ്രശ്നങ്ങളുടെ മർമ്മം. നമ്മൾ ഇത്രയും കാലം പറഞ്ഞ ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ആരോട്? കൽ മലായികത്തി വൽ അംബിയാഇ വൽ ജിന്നി വശയാത്തീൻ. മലക്കാവട്ടെ, നബിയാവട്ടെ, ജിന്നാവട്ടെ, പിശാച്ചാവട്ടെ, ബിംബങ്ങളാവട്ടെ, ആരാണെങ്കിലും ശരി, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ദുആ കേൾക്കില്ല. അത് കായക്കൂടി എത്രയോ സ്ഥലത്ത് ഖുർത്തുബി വായിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ മാറ്റി പറഞ്ഞു. ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. ഞാൻ നേരത്തെ ക്ലിപ്പ് കേൾപ്പിച്ചു കായക്കൂടി പറഞ്ഞത് ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല. ശരിയാണ്, നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല, പക്ഷെ അങ്ങനെ ഉദ്ദേശിക്കണമല്ലോ. അപ്പം ജിന്നും മലക്കും അതിൽ പെടും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതിൽ ജിന്ന് പെടും. ജിന്നിനോട് ദുആ ചെയ്താലും ഈ ആയത്ത് ബാധകം. അതേപോലെ മലക്കിനോട് ദുആ ചെയ്താലും ഈ ആയത്ത് ബാധകം. ജിന്നും മലക്കുമെല്ലാം അതിൽ പെടും. അവരാരും ദുആ കേൾക്കില്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. പക്ഷെ ഇപ്പം കായക്കുടിയും നാസസുല്ലമി എന്ന ചാരനും പറഞ്ഞു ജിന്നും മലക്കും പെടൂല, അവർ ദുആ കേൾക്കും. പക്ഷെ അനസ് മുസ്ലിയാർ പറഞ്ഞു ദുആ കേൾക്കൂല എന്ന് നമ്മൾ ഇത്രയും കാലം പറഞ്ഞത്. അതെവിടെ പറഞ്ഞത്? അത് നിങ്ങൾ കേൾക്കണം. അതായത് കോട്ടക്ക സംവാദത്തിൽ ഫൈസൽ ഹസനി പറഞ്ഞു ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതിൽ ജിന്നും മലക്കും പെടുമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് മടവൂരികളോട് അനസ് മുസ്ലിയാർ മറുപടി പറഞ്ഞു. ആ ഭാഗം, ആ മടവൂരിയാതും എപി സുന്നാതും അനസ് മുസ്ലിയാതും ഒക്കെ പാടെ കൂടിയ ആ ക്ലിപ്പുകൾ ഒന്ന് കേൾക്കി. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇല്ല, പിന്നെ ആരാണ് അഹ്സനിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത്? അത് അഹ്സനിയാണല്ലോ പറയേണ്ടത്. അഹ്സനി പറയട്ടെ, മടവൂരികളിട്ട ക്ലിപ്പിൽ തന്നെ പറയട്ടെ, അഹ്സനിക്ക് ഈ ആയത്തിൽ ജിന്ന് പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? അഹ്സനി പറയട്ടെ. ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഓദിക്കോ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. കണ്ടോ? അത് പഠിപ്പിച്ചു കൊടുത്തത് ഹനീഫ മൗലവിയാണ്. ഇത് ജിന്ന് പെടും എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആര്? ഹനീഫ മൗലവി.
ഇപ്പോഴും ചില ആളുകൾക്ക് ജിന്ന് പെടുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആര്? ഹനീഫ മൗലവി. അന്ന് ഖുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഇന്ന് ജിന്നൂരികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ജിന്ന് പെടും എന്ന്. അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് ജിന്നും മലക്കുമെല്ലാം ഈ ആയത്തിന് പരിധിയിൽ വരും, അവരോടൊക്കെ ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കില്ല എന്നാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത്. അതിന് വിരുദ്ധമായി ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് കായക്കൊടി പറഞ്ഞു, നാസസുല്ലമയും പറഞ്ഞു. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അത് കേൾപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതായിരുന്നില്ല മുജാഹിദുകളുടെ വാദം. അതിന് വിരുദ്ധമായി അവർ ദുആ കേൾക്കുമെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നത്തിന്റെ മർമ്മം ഒന്ന്. ഇനി മറ്റൊന്ന്, കോഴിച്ച സംവാദത്തിൽ മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യവും അഭൗതികവും എന്ന് പറഞ്ഞു. ശരിയാണ്, അത് ഇപ്പോഴും പറയുന്നു. അത് കോഴിച്ചതിന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഈ വിഷയത്തിൽ എന്നാണോ ഈ ഉള്ളവൻ സംസാരിക്കാൻ ഇറങ്ങിത്തിരിച്ചത് അന്ന് മുതൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ എൻ്റെ ഒന്നാമത്തെ സംസാരം വേങ്ങയിൽ നടത്തിയ മുഖാമുഖമാണ്. ചത്തപോത്തും യാ ഇബാദുള്ളയും എന്നാണ് CD-യുടെ പേര്. അതിൽ ഞാൻ അതേ പരാമർശം നിർവഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ മുഖാമുഖം സൂപ്പർ ബസാർ മുഖാമുഖമാണ്. പുഴയിൽ വീണ അക്ലാനികളും കരക്ക് കയറ്റുന്ന സലഫികളും, അതിലും അത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ എൻ്റെ മുഖാമുഖം കക്കാടാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ എന്നാണ് അതിൻ്റെ പേര്. അതിലും അത് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ എൻ്റെ മുഖാമുഖം ഒതായിലാണ്. അതിലും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ഈ പ്രബന്ധത്തിലാണ്. 2012 ജനുവരിയിൽ KJ മുമ്പാകെ സമർപ്പിച്ച ഈ പ്രബന്ധത്തിലാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം എൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം വരുന്നത്. അതെന്നെ പഠിപ്പിച്ചത് ഹനീഫ് കായക്കുടിയുമാണ്. ഇങ്ങനെ ആയത്തുണ്ട് എന്നും ഈ ആയത്തിൽ ഇസ്തിംതാഇനെ പറ്റി പരാമർശമുണ്ട് എന്നും അതിൽ പണ്ഡിതന്മാരുടെ ചർച്ചകളുമെല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹനീഫ് കായക്കുടി മുഖേനയാണ്. അദ്ദേഹമാണ് ഇത് എടുത്തു കൊടുത്തത് ഇതിൽ 2012 ജനുവരിയിൽ. അതിനുശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയത് 2012 നവംബറിൽ വേങ്ങര പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഞാൻ ഈ ആയത്തോതിയിട്ടുണ്ട്. ഒതായി പ്രോഗ്രാം അവിടെ ഈ ആയത്തോതിയിട്ടുണ്ട്. സൂപ്പർ ബസാർ പ്രോഗ്രാം അവിടെ ഈ ആയത്തോതിയിട്ടുണ്ട്. പിന്നീട് 2013 ഫെബ്രുവരി 14 നടന്ന പന്നിപ്പാട സംവാദം, അതിൽ ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. മാർച്ച് 11 കോഴിത്തല സംവാദം, അതിൽ ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാസം മുമ്പ് നടന്ന കൂറ്റനാട് മുഖാമുഖം, അതിൽ ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സംവാദത്തിൽ മാത്രമല്ല ആ ആയത്ത് കൊണ്ടുവന്നത്. ഇനി ആ ആയത്തിന്റെ സ്ഥാനത്തിൽ നിരുപാധികം എല്ലാ ഇസ്തിംതാഉം ശിർക്കാണ് എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നു ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ലഭ്യമായ തഫ്സീറുകൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഇസ്തിംതാഉം മുത്ലഖൻ ശിർക്കാണ് എന്നൊരു പരാമർശം ഒരു തഫ്സീറിലും കാണാൻ സാധ്യമല്ല. നോക്കിയിടത്തോളം കണ്ടിട്ടില്ല. എല്ലാ തഫ്സീറും നോക്കിയതിനർത്ഥമില്ല കേട്ടോ. നോക്കിയിടത്തോളം കണ്ടിട്ടില്ല. ഒരൊറ്റ തഫ്സീറും പരിശോധിച്ചിടത്തോളം ഈ ആയത്തെ വിശദീകരിച്ച് എല്ലാ ഇസ്തിംതാഉം ശിർക്ക് എന്നൊരു പരാമർശം കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ജിന്നും മനുഷ്യനും തമ്മിൽ എന്തു കാര്യകാരണ ബന്ധമാണുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ട്. അവർക്ക് കൂടി മറുപടിയാണ് ഈ ആയത്തിലെ ഇസ്തംതഅ എന്ന പ്രയോഗം. റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. അപ്പൊ ജിന്നിൽ നിന്ന് ഇൻസ് ഉപകാരമെടുക്കുന്നു, ഇൻസിൽ നിന്ന് ജിന്ന് ഉപകാരമെടുക്കുന്നു. ഒരു കാര്യകാരണ ബന്ധം ഇല്ലെങ്കിൽ ആ ഉപകാരമെടുക്കൽ നടക്കൂലല്ലോ. അപ്പൊ ജിന്നും ഇൻസും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട് എന്ന് കൂടി അവിടുന്ന് കിട്ടി. പിന്നെ എല്ലാ ഇസ്തിംതാഉം ശിർക്കാണെന്ന് പറയാൻ താങ്കൾ തെളിവായി മനസ്സിലാക്കിയത് ഖാലന്നാറു മസ്വാകും ഖാലിദിന ഫീഹാ എന്ന ഭാഗമാണെങ്കിൽ, നിങ്ങളുടെ വാസസ്ഥലം നരകമാണ്, നിങ്ങൾ ശാശ്വതരാണ് എന്നാണെങ്കിൽ തൊട്ടുടനെ പറഞ്ഞു ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അത് താങ്കൾ പറഞ്ഞത് അത് ബർസഖ് മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാലഘട്ടമാണ് എന്നാണ്. ഈ ആയത്ത് നൽകിയ 12 വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം മാത്രമാണ് അത്. 12 വ്യാഖ്യാനങ്ങൾ ഇല്ലാ മാഷാ അല്ലാഹ് എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലാഹു അഅലം. ഫതുഹുൽ ഖദീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം ഷൗക്കാനിയെ പോലുള്ളവർ ഈ 12ഉം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം, നിങ്ങൾ നരകത്തിൽ ശാശ്വതരാണ്, ഖാലിദിന ഫീഹാ ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അഥവാ ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ, അഥവാ ഖബർ മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള സമയമാണ്.
എന്നിട്ട് ഇമാം ഷൗക്കാനി പറയാ ആ വ്യാഖ്യാനം അത് അത്ര ശരിയല്ല, ന്യായമല്ല. കാരണം 2 കാരണം. ഒന്ന്, വിചാരണയുടെ സമയത്താണല്ലോ ഇത് പറയുന്നത്. ഖബർ കഴിഞ്ഞ് ബർസഖ് കഴിഞ്ഞ് മഹ്ശറിലെത്തി വിചാരണ നടന്ന് വിധി പ്രഖ്യാപിക്കുന്ന സമയത്തല്ല പറഞ്ഞത് ഖാദന്നാറു മസ്വാകും ഖാലിദിന ഫീഹാ, നിങ്ങളെ മടക്ക സ്ഥലം നരകമാണ്, ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്. അപ്പൊ പിന്നെ ഖബർ കാലം ഒഴികെ എന്ന് പറഞ്ഞാൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇമാം ഷൗക്കാനിയുടെ ചോദ്യമാണ്, ചോദ്യമല്ല. മറ്റൊന്ന്, അങ്ങനെയാണെങ്കിൽ അത് എല്ലാരെ കുറിച്ചും പറയാമല്ലോ, ഒരിക്കൽ മാത്രമല്ലല്ലോ. എല്ലാ തിന്മയും ഏത് നമ്മാടിക്കും ഏത് മുസ്ലിക്കിനും പറയാം, ഇല്ലാ മാഷാ അല്ലാഹ്. ശിർക്ക് ചെയ്ത സ്വർഗം ഹറാമാണ്, നരകത്തിലാണ് എന്ന് പറഞ്ഞിടത്തും എന്ത് പറയാം? ഇല്ലാ മാഷാ അല്ലാഹ് പറയാം. കടന്താ ഖബറും അതേപോലെ കാലഘട്ടം പോലും അതല്ലേ. ആ വ്യാഖ്യാനം ശരിയല്ല, അത് തഅസ്സുഫാണ് എന്നാണ് ഷൗക്കാനിയുടെ വിശദീകരണം. മറ്റൊരു വ്യാഖ്യാനം അദ്ദേഹം നൽകിയത് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മാ ബിമഅന മൻ, ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിലാണ്. അഥവാ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇസ്തിംതായ് ശിർക്കായത് മാത്രമാണെങ്കിൽ ശിർക്കായ ഇസ്തിംതായ് ചെയ്ത് പരലോകത്ത് വന്ന് പിടിക്കപ്പെട്ട് വിചാരണമായി നരകത്തിൽ ശാശ്വതരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാഹ് ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറയാൻ വകുപ്പില്ലല്ലോ. കാരണം ശിർക്ക് ചെയ്ത നരകത്തിൽ ശാശ്വതല്ലേ, പിന്നെ രക്ഷപ്പെടുന്ന പ്രശ്നമില്ലല്ലോ. പിന്നെ എന്തേ ഇല്ല മൻഷ എന്ന അർത്ഥം ഒന്നവിടെ ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് ആരെയാണ് ഒഴിവാക്കിയത്? അവിടെയാണ് ഫത്വൽ ഖദീറൊക്കെ പറഞ്ഞത് അൽ ഇസ്തിസ്നാഉ ലി അഹ്ലി തൗഹീദ്. ഈ ഇസ്തിസ്നാ, ഈ ഒഴിവാക്കി പറഞ്ഞത് തൗഹീദിന്റെ വക്താക്കളെയാണ്. അതേപോലെ ലിൽ ഉസാത്തി മിൻ അഹ്ലി തൗഹീദി, തൗഹീദിന്റെ വക്താക്കളായ പാപികളെയാണ് ഇവിടെ ഒഴിവാക്കി പറഞ്ഞത്. അപ്പൊ തൗഹീദിന്റെ വക്താക്കൾ പാപമെന്ന നിലയ്ക്ക് ചെയ്യുന്ന ഇസ്തിംതാ ഉണ്ട്, അവരെയാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന വചനത്തിലൂടെ ഒഴിവാക്കിയത്. എൻ്റെ വ്യാഖ്യാനമല്ല, 12 വ്യാഖ്യാനം നൽകിയതിൽപ്പെട്ട വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് എല്ലാ ഇസ്തിംതാവും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രമാണം അംഗീകരിക്കുന്ന വ്യാഖ്യാനമല്ല. അങ്ങനെ മുഫസ്സിറുകൾ ആരും വ്യാഖ്യാനിച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യാം. ഏതെങ്കിലും തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇവിടെ ഇസ്തിംതാഴ് മുഴുവനും മുത്തലഖൻ ശിർക്ക് മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയ വല്ല തഫ്സീറും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് ഉണർത്തിയാൽ ഇൻഷാ അല്ലാഹ് പരിശോധിക്കാൻ സന്നദ്ധവുമാണ്. അമാനിമൗലിയുടെ തഫ്സീറിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അല്ല, അല്ലേ, മുത്തലഖൻ ശിർക്കാണെന്ന് അമാനി മൗലവി എഴുതിയിട്ടില്ല. അമാനി മൗലവി ആ ആയത്തിന് നൽകിയത് ഒരു പാരഗ്രാഫ് വിശദീകരണമാണ്. മറ്റൊന്ന്, നമ്മൾ തഫ്സീർ എന്ന് പറയുമ്പോൾ അമാനി പരിഭാഷയല്ല ഉദ്ദേശിക്കാറുള്ളത്. അമാനി പരിഭാഷ എന്നുള്ളത് മുൻകാല തഫ്സീറുകളിൽ നിന്ന് അവലംബിച്ചുകൊണ്ട് മലയാളത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ വിവർത്തനമാണ്. തഫ്സീർ എന്ന് പറയുമ്പോൾ ഇബ്നു ജരീർ തുബരി മുതൽ ഇങ്ങോട്ടുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ഇബ്നു കസീറിനെ പോലുള്ള, മറാഖിയെ പോലുള്ള, റാസിയെ പോലുള്ള, ഖുർത്തുബിയെ പോലുള്ള മുഫസ്സിറുകളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് തഫ്സീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുക. അമാനി മൗലവി ഖുർആന് സ്വന്തമായി വ്യാഖ്യാനം പറയുന്ന ആളല്ല. നമ്മൾ ശ്രദ്ധിക്കും, അമാനി മൗലവി അവരൊക്കെ അവർ തഫ്സീറിൽ പറഞ്ഞത് എന്തോ അത് മലയാളത്തിൽ നമുക്ക് എത്തിച്ചു തരികയാണ് അമാനി മൗലവി ചെയ്തത്. അദ്ദേഹം ഖുർആന് സ്വന്തമായി വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. അമാനി മൗലവി ഒരു പാരഗ്രാഫാണ് ഇതിന് വിശദീകരണം ആകെ കൊടുത്തത്. അദ്ദേഹം കൊടുത്തത് എന്താ? ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പരാമർശം. അപ്പൊ എന്ത് മനസ്സിലായി? ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, പൂജിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എങ്കിലും ഓലെപ്പറ്റെല്ലാം നിന്നില്ല. ദിവ്യത്വം കൽപ്പിക്കുകയും അവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് ഖാലിദിന ഫിഹ എന്ന് പറഞ്ഞത്. അപ്പൊ ജിന്നിനെ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, ജിന്നിനെ പൂജിക്കുന്നില്ല, ജിന്നിനെ ആരാധിക്കുന്നില്ല എങ്കിൽ അവരെ കുറിച്ചല്ല ഖാലിദിന ഫിഹ എന്ന പരാമർശം എന്നല്ലേ അതിന് കിട്ടുന്നത്? അമാനി മൗലവി അത്രേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞാൻ സൂചിപ്പിച്ചത് ഇനി മാത്രമല്ല, ഒറ്റ ഫത്വ ഞാൻ വായിച്ചുതരാം. നാത്ത രജന്റെ ഫത്വ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിലെ ഫത്വ രജനയുടെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള പ്രധാന പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ. അദ്ദേഹത്തോട് ചോദ്യം, ഹൽ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി ഫീ ഗൈരി സിഹ്രി, സിഹിർ അല്ലാത്തതിന് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ജിന്നിന്റെ ഫത്വ എന്താണുള്ളത്? സിഹിറിന്റെ വിഷയത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചത്. സിഹിർ ചെയ്യപ്പെട്ട സംഗതി എങ്ങനെ മനസ്സിലാക്കാനും എവിടെ ഉള്ളത് മനസ്സിലാക്കാനും ഒക്കെയാണ്. സിഹിർ അല്ലാത്തതിന് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇർസാലിഹിം ഇലാ ബഅദിൽ അശ്ഖാസി, ചില വ്യക്തികളടുത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നത് പോലെ.
മിൻ ഗൈരി ഇബാദത്തിൻ ലഹും, ജിന്നുകൾക്ക് ആരാധനയൊന്നും സമർപ്പിക്കാതെ, ഇബാദത്തൊന്നുമില്ല, അല്ലാതെ അവരെ ഉപയോഗിക്കാൻ പറ്റുമോ? വഹൽ യജൂസു അൻ നസ്തഖ്ദിമഹും ഫീ അഅ്മാദിൽ ഖൈരി, ഖൈറായ പ്രവർത്തനങ്ങളിൽ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? മറുപടി, ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ഗായിബീന അബദ, അദൃശ്യരായവരെ ഒരിക്കലും ഉപയോഗിക്കൽ അനുവദനീയമല്ല. ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ ഹാദിറൻ ഖാദിറൻ, ഹാദിറും ഖാദിറുമായ ഇൻസാനെ മാത്രമേ നിനക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ജിന്നിനെ ഉപയോഗിക്കൽ ജായിസല്ല, ശിർക്കാണെന്ന് പറഞ്ഞില്ല, ലാ യജൂസു, ജായിസല്ല. എന്നിട്ട് മനുഷ്യനെ എങ്ങനെ ഉപയോഗിക്കണം അത് പറഞ്ഞു. അമ്മൽ ഗായിബ്, ഗായിബ് ലാ യജൂസു ഹാദാ, ഇത് ജായിസല്ല. ഏത്? ഖൈറിന് വേണ്ടി ഉപയോഗിക്കുക, ഇബാദത്ത് എടുക്കാതെ ഒരു ഉപയോഗപ്പെടുത്താം. ഇത് ലിഅന്നഹു വസീലത്തുൻ ലിശ്ശിർക്കി, ഇത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. വഹാദാ യദ്ഖുലു, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇബാദത്ത് സമർപ്പിക്കാതെ സിഹിറിന് വേണ്ടി അല്ലാതെ ഖൈറിന് വേണ്ടി ജിന്നിനെ ഉപയോഗിക്കുക എന്നുള്ളത്, അത് ഉൾക്കൊള്ളും ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വചനത്തിൽ. ഏതാ വചനം? വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി എന്ന ആയത്ത് കൊടുത്തു. അൻആം 128. ഈ ആയത്തിന്റെ പരിധിയിൽ ഇതും വരും. എന്നിട്ട് പറയാ ഹാദാ ഇസ്തിംതാഉൻ, ഇതും ഇസ്തിംതാ ആണ്. അൽ ഇസ്തിആനത്തു ഇസ്തിംതാഉൻ, ഇസ്തിആനത്തൊക്കെ ഇസ്തിംതാ ആണ്. അപ്പൊ ഖൈറായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജിന്നിനെ ഉപയോഗിക്കാമോ? പറ്റില്ല. എന്തുകൊണ്ട്? അത് ഇസ്തിആനത്താണ്, ഇസ്തിആനത്ത് ഇസ്തിംതാ ആണ്, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. തെളിവെന്താ? അബ്ബനസ്തംതാ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത്. അപ്പൊ അവരൊക്കെ ഈ ആയത്തിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഇബാദത്താണോ, അവരെ പൂജിക്കുകയാണോ, ദിവ്യത്വം കൽപ്പിക്കുകയാണോ, ഗൈബിയായ ചോദ്യമാണോ, അഭൗതിക ചോദ്യമാണോ, അത് ശിർക്ക് തന്നെ അല്ല. ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അഅ്മാദുൽ ഖൈറിന് ഉപയോഗിച്ചു, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, അവരെ ആരാധിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, പൂജിച്ചിട്ടില്ല, എന്നാൽ പോലും ശിർക്കിലേക്കുള്ള വസീലയാണ്. വഹാദാ യദ്ഖുലു ഫീ ഖൗലിഹി തആല, അതും അല്ലാഹു പറഞ്ഞ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്ന് ഇന്ന് സൗദി അറേബ്യയിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ പ്രധാനിയായ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ മറുപടി നൽകുന്നു. ശരി. എൻ്റെ പേര് സൽമാൻ എന്നാണ്, മാഞ്ഞാലിക്കാണ് വന്നത്. ദീനിലേക്ക് വന്നിട്ട് ഒരു 6 കൊല്ലമാണുള്ള അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതായിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചോദ്യം എൻ്റെ ജീവിത അനുഭവമാണ് ചോദിക്കാനുള്ളത്. എൻ്റെ സഹോദരന് മാനസിക വിഭ്രാന്തിയുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചിട്ട് അയാൾക്ക് മാനസികമായിട്ട് രോഗങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പല പല ഈ ജിന്നിനെ വെച്ച് പൂജിക്കുന്ന പരിപാടി അവിടെ ചെല്ലുമ്പോൾ കുറച്ച് നാളത്തേക്ക് ആശ്വാസം കിട്ടും, പിന്നീട് അത് മാറും. പിന്നെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെല്ലുമ്പോൾ ഒരു മുൻകൂട്ടി ചോദിക്കും, കറക്റ്റ് നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം, ഈ പരസ്പരം ജിന്നുകൾ തമ്മിൽ ഈ സന്ദേശങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ എത്തിക്കാൻ അങ്ങനെ ഒരു കഴിവ് ഉണ്ടോ? രണ്ടാമത്തെ കേസ് ഇതുപോലത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ വീട്ടിൽ തന്നെ ഈ പാമ്പ് ഒരു അമ്പലമുണ്ട് മാള സൈഡ്. അപ്പോൾ ഇത് ഭയങ്കര പേടിയാണ്. അവിടുത്തെ മുസ്ലിങ്ങളടക്കം എല്ലാ ജാതി ആൾക്കാർക്കും ഭയങ്കര പേടി. എത്ര 5 നേരം നമസ്കരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അപ്പം ഈ പാമ്പിൻ്റെ ഒരു ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അമ്പലത്തിൽ പോയിട്ട് വഴിപാടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അതിന് മാറണം. അപ്പം ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. മൂന്നാമത്തെ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് എൻ്റെ റബ്ബ് കേൾക്കുമോ? അങ്ങനെ അവർ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം കൊടുക്കുമോ? ചോദ്യം. പൈശാചികമായ ഉപദ്രവങ്ങൾ പല രൂപത്തിലും ഉണ്ടാവാം. അത് കേവലം തോന്നലുകൾ മാത്രമല്ല, അല്ലാതെയും ഉണ്ടാകാമെന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറക്കിയ പുസ്തകമാണ് ജിന്ന് പിശാച് റുഖ്യ ശർഇയ്യ. ഈ പുസ്തകത്തിൽ വ്യക്തമായി അവിഷയമായി പരാമർശങ്ങൾ കാണാൻ കഴിയും. അതിൽ പറഞ്ഞത് പൈശാചികമായ ഉപദ്രവം കേവലം തോന്നലുകൾ മാത്രമാണ് എന്ന ചിന്തക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഇതിൻ്റെ 31 പേജിൽ പറഞ്ഞത്. പിശാചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ അതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അതിൽ പിശാച് എങ്ങനെ ഉപദ്രവിക്കും? പിശാചിൻ്റെ ഉദ്ദേശം നമുക്ക് അസുഖമുണ്ടാകലോ അസുഖം ഭേദമാകലോ അല്ല. പിശാചിൻ്റെ ഉദ്ദേശം നമ്മെ നരകത്തിലേക്ക് എത്തിക്കലാണ്. ഒരാളെയെങ്കിലും അധികമായി നരകത്തിലെത്തിക്കാൻ കഴിയുമോ എന്നാണ് അവൻ്റെ ശ്രമം. അതിന് അവനാൽ ചെയ്യാൻ പറ്റാവുന്ന പണികൾ അവൻ ചെയ്യും. അത് പിശാചുകൾ പരസ്പരം അത് സഹായികളായി വർത്തിക്കും.
അവർ തമ്മിൽ സഹായികളായി ഒരാളെ ഏത് വിധേനയെങ്കിലും ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ ശ്രമിക്കും. ഒരു പക്ഷെ അതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ വരാം. അതാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അത്തരം പൈശാചിക ബാധകൾ വരുമ്പോൾ ആളുകൾ ചെയ്യുന്ന രീതി പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുക എന്നതാണ്. അമ്പലങ്ങളിൽ പോകുന്നു, അതേപോലെ സിദ്ധന്മാരെ പോയി കാണുന്നു, ബീവിമാരെയും ബാബമാരെയും കാണുന്നു. യഥാർത്ഥത്തിൽ അവരൊക്കെ പിശാചിൻ്റെ ഏജന്റുമാരാണ്. തങ്ങൾ എന്ന് പേര് പറഞ്ഞാലും ബീവി എന്ന് പറഞ്ഞാലും ഔലിയ എന്ന് പറഞ്ഞാലും സിദ്ധവേഷം കെട്ടി ആരൊക്കെ മുമ്പിൽ വരുന്നുവോ അവരൊക്കെ പിശാചിൻ്റെ ഏജന്റുമാരാണ്. പിശാച് അവരെ ഇവിടെ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അവർക്ക് ചില സഹായങ്ങൾ ഇവൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ അങ്ങോട്ട് ചെല്ലും, തങ്ങളെ പോയി കാണും, തങ്ങൾ ചില പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും, അവിടെ ചില വഴിപാടുകൾ അവർ നിർവഹിക്കാൻ പറയും. ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ ചെയ്യുന്നത് ശിർക്കിൽ പോയി അകപ്പെടുകയാണ്. ഈ ശിർക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് സന്തോഷമായി. കാരണം എന്താ, ഇവൻ നരകത്തിലേക്ക് കിട്ടി. അവിടെ പിശാച് അവൻ്റെ ശല്യം തൽക്കാലം നിർത്തിവെക്കും. കാരണം പിശാചിൻ്റെ ആവശ്യം ഇവനെ ശിർക്കിൽ അകപ്പെടുത്തലാണ്. അത് പകപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ ശിർക്കിൻ്റെ വഴിയിൽ നിന്ന് അവൻ കരകയറാതെ ശ്രദ്ധിച്ചാലും മതി പിശാചിനെ. അതുകൊണ്ട് തൽക്കാലം ഉപദ്രവം നിർത്തിവെക്കും. ആളുകൾ പറയും തങ്ങളടുത്ത് പോയി തങ്ങൾ വെള്ളം തന്നു, ആ വെള്ളം കുടിച്ചു, പിന്നെ ഉണ്ടായിട്ടില്ല. ശരി ആയിരിക്കാം ചിലപ്പോൾ, കാരണം തങ്ങൾ ശൈത്താൻ്റെ ഏജന്റാണ്. അതുകൊണ്ട് ആ തങ്ങളിൽ ഇവന് വല്ലാത്തൊരു വിശ്വാസം ജനിച്ചു. അവൻ്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു, അവൻ്റെ അവലംബം തങ്ങളായി മാറി. ഇനി ഈ മനുഷ്യൻ തങ്ങൾക്ക് ആളെ കൂട്ടാനുള്ള ഏജന്റായി ഇവൻ വർത്തിക്കും. ഇവന് അടുത്ത പ്രാവശ്യം ഈ അസുഖം തിരിച്ചു വരുമ്പോൾ നേരെ തങ്ങളടുത്തേക്ക് വരും, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകും. ഇവൻ്റെ കൂട്ടുകാർക്കോ കുടുംബങ്ങൾക്കോ അയൽവാസികൾക്കോ പ്രശ്നം വന്നാൽ ഇവൻ പറയും അയാളെ പോയി കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ അയാളുടെ ഏജന്റായി ഇവൻ അറിയാതെ ഇവൻ വർത്തിക്കും. ആ ഓരോ ആളുകളും ഇവൻ്റെ ഏജന്റായി വർത്തിക്കും. അങ്ങനെ ഒരൊറ്റ ആളെ സഹായിച്ചാൽ അതുവഴി ആ നാട്ടുകാരെ മുഴുവൻ ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശൈത്താന് കഴിയും. ചിലപ്പോൾ നാടിൻ്റെ പരിധി വിട്ട് പഞ്ചായത്തും ജില്ലയും സ്റ്റേറ്റും വിട്ട് രാജ്യമൊന്നാകെ ലോകമൊന്നാകെ ശിർക്കിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശൈത്താന് പക്ഷെ അത് കഴിയും. അത്തരം ആളുകളെ അവൻ അതിനു വേണ്ടി സഹായിക്കും. അതാണ് അമ്മയും ബാബയും ഒക്കെ ചെയ്യുന്നത്. ലോകാടിസ്ഥാനത്തിൽ അവർക്ക് ഭക്തന്മാരുണ്ടായി. അത് പൈശാചികമായ സഹായങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ചെയ്തികൾ വരുമ്പോൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയല്ല വേണ്ടത്. അവിടെ പോയാൽ ഒരു പക്ഷേ പിശാച് തൽക്കാലം തൻ്റെ ഉപദ്രവം നിർത്തിവെക്കും. പക്ഷെ കുറച്ചു കാലം, ഒരു 5-6 മാസം കഴിയുമ്പോൾ അത് വീണ്ടും വരും.